ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന തെളിവായ മിനിറ്റ്സിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. പിത്തള എന്നത് തിരുത്തി ചെമ്പാക്കിയത് രേഖയിൽ കാണാം. എ പത്മകുമാർ തിരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ബോർഡംഗങ്ങളായ വിജയകുമാറും ശങ്കർദാസും മിനിറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. AK സ്റ്റെഫിൻ തുടരുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ആണ് പറയേണ്ടത്. കാരണം ഈ പകർപ്പ്, ആ രേഖ, അത് നമ്മുടെ കയ്യിലുണ്ട്. ആ രേഖയിൽ വളരെ വിശദമായി തന്നെ ഇത് വ്യക്തമാണ് ഈ പിത്തള എന്ന് മാറ്റിയത്. എന്തൊക്കെയാണ് രേഖയിൽ വ്യക്തമാവുന്നത്? ഈ പറഞ്ഞ പ്രത്യേക ഭാഗം അതെങ്ങനെയാണ് ഉള്ളത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിസുപ്രധാനമായ തെളിവ് ആണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതാണിപ്പോൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് A പത്മകുമാറിന്റെയും അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളുടെയും പങ്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ മിനിറ്റ്സ് രേഖ. സ്വർണ്ണപ്പാളിയായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അത് പിത്തള എന്ന് തിരുത്തി അത് പ്രിന്റ് ചെയ്താണ് വെച്ചിരുന്നത്. എന്നിട്ട് A പത്മകുമാർ അത് സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആണ് ആ മിനിറ്റ്സ് രേഖ. അതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മായിട്ടുള്ള പങ്ക് ഈ കേസിൽ A പത്മകുമാറിന് എത്രത്തോളം ഉണ്ട് എന്നത് SIT കണ്ടെത്തുന്നതും അത് വലിയ തെളിവായി വരുന്നതും. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടിളപ്പാടിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സാണ് ഇത്തരത്തിൽ വെട്ടിത്തിരുത്തിയത്. അതോടുകൂടിയാണ് A പത്മകുമാറിന് എത്രത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നത് വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ നിലവിൽ ചാർജ് ഷീറ്റ് നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ഈ പ്രതികൾക്കെല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകുമ്പോൾ ഇതടക്കമുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടായിരിക്കും SIT കോടതിയെ സമീപിക്കുക. ഏതായാലും A പത്മകുമാറിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ മിനിറ്റ്സിലെ വെട്ടിത്തിരുത്തൽ. അതിൽ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പാക്കി മാറ്റി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ സുപ്രധാനമായിട്ടുള്ള മിനിറ്റ്സ് ആണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരുന്നത്. ഈ മിനിറ്റ്സിൽ മറ്റെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത് സ്റ്റെഫിൻ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശബരിമലയിലെ കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ വാതിലും പുതുക്കി പണിയുന്നതിനും അതോടൊപ്പം തന്നെ സ്വർണം പൂശുന്നതിനുമായി ബന്ധപ്പെട്ട് അധികാരം നൽകുന്ന യോഗമാണ് അന്ന് ചേർന്നിരുന്നത്. ആ യോഗത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള ചുമതലകൾ നൽകിയത്. ആ യോഗം മിനിറ്റ്സിലാണ് ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ഈ വെട്ടിത്തിരുത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ തട്ടിപ്പിനെല്ലാം തന്നെ തുടക്കമായിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന രേഖകളിലെല്ലാം തന്നെ ഈ സ്വർണം പാളി എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിൽ വെട്ടിത്തിരുത്തൽ വരുത്തി പിത്തള എന്ന് രേഖപ്പെടുത്തി അതിനുശേഷം അത് വെട്ടിത്തിരുത്തി ചെമ്പാക്കി. അതിന് പിന്നീട് ഇങ്ങോട്ടുള്ള രേഖകളിലെല്ലാം തന്നെ ഇത് ചെമ്പ് പാളി സ്വർണം പൂശി എന്ന തരത്തിലാണ് വന്നത്. അതോടുകൂടിയാണ് ഈ തട്ടിപ്പിന് വലിയ വഴിയൊരുങ്ങിയത്. ഏതായാലും വലിയ ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മിനിറ്റ്സ് രേഖ.